What is up guys and welcome back to Granny. So നമ്മുടെ ഗ്രാനിക്കകത്ത് പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഗൈസ്. അതായത് ഒരു ന്യൂക്ലിയർ ബോംബിന്റെ ഒരു അപ്ഡേറ്റ്. അതായത് ഗ്രാനിയും ഗ്രാൻഡ് സീക്രറ്റ് ആയിട്ട് നമ്മുടെ ജെഫ് ദ കില്ലർ, അതെ ഗൈസ്, ജെഫ് ദ കില്ലറിന്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു ന്യൂക്ലിയർ ബോംബ് ഇവർ നമ്മുടെ ഈ ലോകം തന്നെ തകർക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഈ ഒരു സാധനം നമ്മുടെ ഈ ഗ്രാനിയുടെയും ഗ്രാൻഡ്പയുടെയും വീട്ടിൽ വെച്ചിട്ടുണ്ട്. സോ അത് നമ്മൾ കണ്ടുപിടിച്ച് അത് ഇവർക്കിട്ട് തന്നെ പണി കൊടുക്കാൻ പോവുകയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോക്കകത്ത്. ഓക്കെ ഗൈസ്, ഡേ 1. സോ ഇതിനകത്ത് എല്ലാവരും ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മളെ ഗ്രാനി ഉണ്ട്, ഗ്രാൻഡ്പ ഉണ്ട്, സ്ലെൻഡറിനെ ഉണ്ട്, ഏഞ്ചലിനെ ഉണ്ട്, സ്പൈഡർ ഏഞ്ചലിനെ ഉണ്ട്, അതുപോലെ തന്നെ ഒരു റോബോട്ട് സ്ലെൻഡറിനെ ഉണ്ട്, ജെഫ് ദ കില്ലർ ഉണ്ട്. ഒരുപാട് പേരുണ്ട്, ഒരുപാട് പേർ. സോ ഇവിടെ എന്തെങ്കിലുമൊക്കെ കിട്ടുമോ നമുക്ക് നോക്കിയിട്ട് പോകണം. സൗണ്ട് കേട്ട് ഓടിക്കോ പ്രേമ. ഓ ഗ്രാനി ഇതേ താഴെന്ന് വരുന്നത് ഞാൻ കണ്ടു. ഗ്രാനി കണ്ടില്ല. ഓ അവിടെ സൗണ്ട് കേട്ട് ഓട്. സിസ്റ്റു, ഗ്രാനിക്ക് പി സി ഒക്കെ ഉണ്ടോ? പി സി സെറ്റപ്പ് ഒക്കെ ഉണ്ട് ഗ്രാനിക്ക്. ഗൈസ്, ഗ്രാനിക്ക് ഇതിനകത്ത് പി സി സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ഗ്രാനി ഒരു സ്ട്രീമർ ആണോ ഇനി? ഗ്രാനി എന്തോ ഒരു മാരക സ്കില്ലാടിയാണ് കേട്ടോ ഈ ഗെയിമില്. സോ ആരെയും കാണുന്നില്ല. സാധാരണ ഇതൊക്കെ തള്ളിയിടുമ്പോൾ ആരെങ്കിലും ഒക്കെ ഇവിടെ വരേണ്ടതാണല്ല ഗൈസ്. എല്ലാവരും ഇങ്ങോട്ട് വരട്ടെ. ഇവർ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് കറങ്ങി പോകുന്നതായിരിക്കും സേഫ്. സോ ഗ്രാനി വന്നിട്ടുണ്ട്. ഇതാണ് ഗൈസ് ജെഫ് ദ കില്ലർ. ജെഫ് ദ കില്ലറിന്റെ ഗെയിം നിങ്ങൾ കളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഉറപ്പായിട്ട് അത് സെറ്റ് ആക്കാം. സോ ഇവരെന്തോ ഇവിടെ കാണിക്കുന്ന രണ്ടുപേരും പരസ്പരം ഇടിച്ച് നിൽക്കുകയാണ്. അവൻ എന്തോ പറഞ്ഞുകൊണ്ട് പോയി, ഇവരും എന്തോ പറഞ്ഞുകൊണ്ട് പോയി. ഇവർ ICUലോട്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് പോയി, അവൻ വേറെ എവിടെയോ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് പോയി. സോ ആദ്യമേ തന്നെ ഞാൻ പറയുന്നത് നമുക്ക് ഇതൊന്ന് ഇളക്കി വയ്ക്കാം, ഇതൊന്ന് ഓപ്പൺ ചെയ്തേക്കാം. സൗണ്ട് കേട്ട്. സോ അവൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. സോ നമുക്ക് ഇവിടെ ഒന്ന് ഒളിച്ചിരിക്കാം. സോ നമ്മുടെ ജെഫ് കുട്ടൻ അങ്ങോട്ട് പോയിട്ടുണ്ട്, ഇടത്തോട്ട് പോയിട്ടുണ്ട്. സോ ഇവിടെ എന്തോ ഒരു സംഭവം ഉണ്ട് കേട്ടോ. അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല. നോക്കിയാലോ, ഇവിടെ എന്തോ ELPG കീ വേണം. ELPG കീ, അതെന്തൊരു കീ? ELPG കീ, LPG ഗ്യാസ് കണക്ഷൻ ചെയ്യണോ? ഗ്യാസിനൊക്കെ വില കൂടി നിൽക്കുന്ന സമയത്താണ് ഇവര്. ഓ ആരോ എന്നെ കണ്ട്. അന്തരാ. ഓ ജെഫ് കാണുമ്പോഴുള്ള സൗണ്ട് ആണ്. സ്ലെൻഡറിനെ അതേ വന്ന് ഗോഷ്ടി കാണിക്കുന്നുണ്ട്. ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട്. ഡാൻസ് കളിക്കും നമ്മുടെ സ്ലെൻഡു. ഓ ഞാൻ എവിടെയെന്ന് അറിയാന്ന് പറയണ്ട. അറിയെങ്കിൽ നീ പിടിക്കടാ. ഈ സ്ലെൻഡു പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഈ ഗ്യാപ്പിൽ നമുക്ക് അങ്ങോട്ട് പോവാം. സോ ഗ്രാനി അവിടെ വന്നില്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ട്. ഗ്രാനി വന്നാൽ നമ്മൾ കഷ്ടപ്പെടും. വേറെ പ്രശ്നമൊന്നുമില്ല. അവിടെ ഞാൻ എന്തോ തട്ടിമറിച്ചിട്ടാ ഓടറാ. സോ ഇവിടെ എന്തോ ഇവിടെ നമ്മളെ ഏഞ്ചുകുട്ടിയുടെ ബുക്കുണ്ട്. ഓ ഏഞ്ചുവിന്റെ ബുക്ക് അവിടെ ഇരിപ്പുണ്ട്, ഏഞ്ചിന് പഠിക്കാൻ കൊടുക്കാൻ. സോ ഇവിടെ എന്തൊക്കെ ഇളക്കിയിട്ടുണ്ട്. സോ ഇവിടെ ഗണ്ണിന്റെ പീസ് ഉണ്ട്, എടുത്തേക്കാം. സോ വേറെ പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ ഇല്ല. നമുക്ക് ഈ ഗണ്ണിന്റെ പീസ് ആദ്യം തന്നെ കൊണ്ട് വച്ചേക്കാം, മനസ്സിലായോ? ഗണ്ണിന്റെ ഇത് ഇവിടെ തുറന്നിടണമല്ലോ. ഓ ഗ്രാൻഡ്പ. സോ ഗ്രാൻഡ്പ അങ്ങോട്ട് പോയിട്ട്. സോ ഗണ്ണിന്റെ പീസ് അവിടെ ഇട്ടേക്കാം. സോ എല്ലാവരും ഇപ്പൊ അങ്ങോട്ട് കറങ്ങിപ്പോകും, മനസ്സിലായോ? അതാകുമ്പോൾ നമുക്ക് ആരെയും പേടിക്കണ്ട. ഗ്രാൻഡ്പയുടെ ലൊക്കേഷൻ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആരെയും പേടിക്കണ്ട, ആർക്കും നമ്മളെ തടുക്കാനാവില്ല. സോ നമുക്ക് എന്തായാലും ബുക്ക് എടുത്തേക്കാം. സോ നമുക്ക് ഈ ബുക്ക് എടുത്തോണ്ട് ആദ്യം ഏഞ്ചു കുട്ടിക്ക് കൊടുക്കാം. ഓക്കെ, നമുക്ക് ആദ്യം ഏഞ്ചുവിന്റെ ബുക്ക് ഏഞ്ചുവിന് തന്നെ കൊടുക്കാം. സോ ഹാങ്ങർ തട്ടിയിടാതെ നമുക്ക് നേരെ പോയി ബുക്ക് കൊടുക്കാം. അപ്പോൾ അവിടെ നിന്ന് ഞാന്നൊക്കെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. വരട്ടെ. ഓ സൗണ്ട് കേട്ടാ. അത് പണിയാവും. ഇതിനെ ഞാൻ അവിടെ തട്ടി മറിച്ചിട്ടേക്കാം. ഹായ് അമ്മൂമ്മ. നമ്മൾ ഏഞ്ചു കുട്ടി അവിടെ വരുന്നുണ്ട്. സ്ലെൻഡറിനെ കണ്ടാ വന്ന് വീണ്ടും ചമ്മി നാറി നിൽക്കുകയാണ്. ഓക്കെ, രണ്ടുപേര് അവിടെ വന്നിട്ടുണ്ട്. സോ ഞാൻ അതവിടെ ഇട്ട് രണ്ടുപേരെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. സോ എന്നെ ആരൊക്കെയോ കണ്ടിട്ടുണ്ട്. സോ ഗ്രാൻഡ്പ ഇപ്പം വേണമെങ്കിൽ അങ്ങോട്ട് കറങ്ങി വരാൻ സാധ്യതയുണ്ട്. സോ ഞാൻ പറഞ്ഞു നമുക്ക് ഈ ഗ്യാപ്പിൽ കിച്ചൺ നോക്കണമെന്നുണ്ടായിരുന്നു. സോ ഇവിടെ അവിടെ എന്തൊക്കെ തിളങ്ങുന്നുണ്ട്. ഇവിടെ നിന്ന് മീറ്റ് ഇരിപ്പുണ്ടാ. ELPG കീ കിട്ടി. ഓ ഗ്രാൻഡ്പ ഉണ്ട്. ഗ്രാൻഡ്പ ELPG കീ കണ്ട. ഗ്രാൻഡ്പ ELPG കീ. ഓ അതിൽ ആരെങ്കിലും വരും കേട്ടോ. നമുക്ക് ഇതിൽ ഇറങ്ങിയാലോ? ഞാൻ ഇതിൽ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്, ലെറ്റ്സ് ഗോ. സോ ഞാൻ പറഞ്ഞു നമുക്ക് ഈ വഴി പോയിട്ട് മേളിൽ കയറിയിട്ട് ELPG കീ തുറക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടെ തുറക്കാം. സോ നമുക്ക് ആദ്യമേ തന്നെ കിട്ടി. അത് പുതിയ അപ്ഡേറ്റിനകത്തുള്ള സാധനം ആയതുകൊണ്ടേ നമുക്ക് ആദ്യമേ ഇത് തന്നെ അങ്ങ് ഓപ്പൺ ചെയ്തേക്കാം. എന്ത് കിട്ടുമെന്നൊന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ല. എന്തെങ്കിലും ഉപയോഗമുള്ള സാധനം കിട്ടിയാൽ മതി എന്നാണ് എൻ്റെ പ്രാർത്ഥന. സോ ELPG കീ ആണ് ഗൈസ്. ELPG കീക്കകത്ത് നമുക്ക് എന്തോന്ന് കിട്ടും? ഒന്ന് തുറക്കണ്ട. എടാ എന്തോ ഒരു ഗണ്ണ് കിട്ടിയടാ എനിക്ക്. എടാ എന്തോ മാരക ഗണ്ണ്. ആരോ എന്നെ കണ്ട്. ആരാണ് എന്നെ കണ്ടത്? ഗണ്ണാണെന്ന് തോന്നുന്നു. ജെഫ് പോയി. എടാ ഈ ഗണ്ണിലുള്ള ഉണ്ട അങ്ങനെ കുറെ നേരം നിൽക്കും, എന്നിട്ട് അവർക്ക് പണി കൊടുക്കും. നല്ല കാര്യം. സത്ത് പോന്നിയൊക്കെ. എന്തായാലും ഗ്രാനി അവിടെ ചത്ത് കിടക്കണ്ടേ. ഗ്രാൻഡ് പോയി. എല്ലാവർക്കും കുട്ടി. ഒരു വെടിക്ക് 3 പച്ചി. സോ ഇവിടെ കോഡുണ്ട്. കോഡ് നമുക്ക് ആവശ്യം. ഓ ഈ ഡോർ ആടാ തുറന്നിട്ടേ. സോ ഇവിടെ എന്താ ID കാർഡ് വേണം. ഓ പേടിപ്പിക്കല്ലേ.
എന്തോ ID കാർഡാണ് ഗൈസ് നമുക്ക് വേണ്ടത്. ഓക്കെ, ക്രോയുടെ അടുത്ത് എന്തുണ്ടോ നോക്കാം. കോഗ് വീലാണ് ഇരിക്കുന്നത്. ഓക്കെ, വേണ്ട. ക്രോയെ കൊല്ലാൻ പറ്റോടാ? എടാ മറന്നു കേട്ടാ. ക്രോ മരിച്ചാടാ. ക്രോ മരിച്ചു കാണും കേട്ടാ മിക്കവാറും. പക്ഷെ ഗ്രാൻഡ് പേക്ക് ചിലപ്പോ തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. എടാ ക്രോ മാഞ്ഞു പോടാ. ക്രോ പിന്നല്ല, ക്രോയൊക്കെ കത്തി നശിച്ച്. ഞാൻ പറയട്ടെ, നമുക്ക് വെപ്പൺ കീ ഇല്ല. വെപ്പൺ കീ ഇല്ലാത്ത സമയത്ത് ഞാൻ പറയണത് നമുക്ക് ഗ്രാൻഡ് പേ ഇങ്ങോട്ട് വരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. 90 സെക്കൻഡ് 1.5 മിനിറ്റ് എന്താ ഉണ്ടായിരുന്നുള്ളൂ. അവര് വന്ന് കാണും മിക്കവാറും. ഓക്കെ, ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് ഇതിനെ തള്ളിയിട്ടാലാ? അത് വീണം തോന്നുന്നു. ഓക്കെ, വീണ സൗണ്ട് കേട്ടിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. ഞാൻ പറയണതേ നമുക്ക് എന്തായാലും നമ്മുടെ ഗ്രാനിക്കുട്ടിയും ഗ്രാൻഡ് കുട്ടനും അതുപോലെ നമ്മളെ ജെഫും ഒക്കെ സ്പോണാവാനുള്ള സമയം ഏകദേശം ആയിട്ടുണ്ട്. സോ ആ കാക്കയെ കൊന്നുകൊണ്ടാണെന്ന് തോന്നി ഈ ഹാർട്ട് ബീറ്റ് ഇങ്ങനെ കണ്ടിന്യൂസ് കേട്ടോണ്ടിരിക്കുന്നത്. മനസ്സിലായോ? നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. സോ ഞാൻ അതവിടെ തള്ളിയിട്ടിട്ടുണ്ട്. സോ ഇവിടെ ഒരു ഗണ്ണിന്റെ പീസ് ഉണ്ട്. ഞാൻ പറഞ്ഞ നമുക്ക് കാറിന്റെ അടുത്തോട്ടൊന്ന് പോയാലാ? ഞാൻ ചത്ര. എടാ ഞാൻ അറിയാതെ സ്ലെൻഡറിനെ കണ്ടപ്പോൾ പെട്ടെന്ന് ഗ്രാനി സ്പോണായെന്ന് വിചാരിച്ച് വെടിവെച്ച് ഞാൻ മരിച്ചു. പക്ഷെ കുഴപ്പമില്ല. നമുക്ക് ഇപ്പോൾ മെയിനായിട്ട് നമുക്ക് പുതിയൊരു സാധനം ELPG എന്ന് പറഞ്ഞൊരു മെഷീൻ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഉപയോഗം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. അത് എന്തിനാണ് ഉപയോഗിക്കുന്നത്, എവിടെയാണ് ഉപയോഗിക്കുന്നത്, ഒരു വക എനിക്ക് അറിയത്തില്ല. പക്ഷെ എന്തോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ വീട്ടിൽ നമുക്ക് രക്ഷപ്പെടണമെന്ന് മാത്രം എനിക്കറിയാമെന്ന് പറയുകയാണ് പയ്യൻ. സോ എന്തായാലും ഞാൻ സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ടുണ്ട് ആദ്യമേ തന്നെ. ഇതിലെ കൂടെ നമുക്ക് ഇറങ്ങിപ്പോവാം. അവിടെ ആരോ നിൽക്കുന്നതിൻ്റെ അടുത്ത് ആരുമില്ല, തോന്നിയതാണ്. സോ ലെറ്റ്സ് ഗോ. ഞാൻ പറയണേ, ഇതിനെ ഇവിടെ ഇട്ട് സൗണ്ട് ഉണ്ടാക്കി വയ്ക്കാം. സോ നമ്മൾ പക്ക പ്രൊഫഷണൽ ആയിട്ടാണ് ഡീൽ ചെയ്യാൻ പോകുന്ന സിറ്റുവേഷൻ. മനസ്സിലായോ? സോ അവിടെ ഞാനായിട്ട് സൗണ്ട് ഉണ്ടാക്കിയ സ്ഥിതിക്ക് നമുക്ക് ഇവിടെ തന്നെ തുറന്നേക്കാം. ഇവിടെ എന്തെങ്കിലും കിട്ടും. സോ പാടുള്ള ലോക്ക് തുറക്കുന്ന കീ നമുക്ക് കിട്ടിയിട്ടുണ്ട്, പാഡ് ലോക്ക് കീ. സോ നമ്മൾ ജെഫ് കുട്ടൻ ഇവിടെ വന്നിട്ടുണ്ട്. സോ നമുക്ക് ജെഫ് കുട്ടൻ അപ്പുറത്തോട്ട് വരുത്താൻ. സോ ഈ പാഡ് ലോക്ക് കീ തൽക്കാലം ഇവിടെ ഇട്ടേക്കാം. സോ എന്നിട്ട് അവിടെ സൗണ്ട് ഉണ്ടാക്കിക്കാം. സോ ഇപ്പോൾ എല്ലാവരും ചാടിത്തുള്ളി കാവടി തുള്ളി അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ഈ ഗണ്ണെടുക്കാം. എന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഗണ്ണെടുത്ത് ഇവിടെ ഇട്ട് സൗണ്ട് ഉണ്ടാക്കിയിട്ട് വെടി വെച്ചേക്കാം. ആരെങ്കിലുമൊക്കെ അവിടെ മരിച്ചു വീഴുമെന്നാണ് എൻ്റെ വിശ്വാസം. മരിച്ചു വീണില്ല എന്നുണ്ടെങ്കിൽ അവർ ഇവിടെ വന്ന് മരിച്ചു വീഴും. ഇത് മരിച്ചില്ല അവൻ. നമ്മുടെ കള്ള സണ്ണിക്കുട്ട ആ തള്ളിയിട്. ഗ്രാനിക്കുള്ളത് ഇപ്പൊ കിട്ടിക്കോളും. ഗ്രാനിയും പോയി, ജെഫ് കുട്ടനും പോയിട്ടുണ്ട്. ഇപ്പൊ എന്തായാലും ഗ്രാൻഡ് ഇപ്പൊ കയറി വരും. ഓ സ്ലെൻഡറിന. ഓക്കെ, നമ്മളിപ്പോ വെടിയുന്ന റിസ്ക് ആണ്. ഞാൻ പറയണത് നമുക്ക് ഈ കീ ഇരുന്നോട്ടെ. സോ പാഡ്ലോക്ക് കീ ഇവിടെ കിടപ്പുണ്ട്. സോ നമ്മൾ ഗ്രാൻഡ് പേക്ക് ഇവിടെ കൊടുത്തിട്ട് പോവാം. ഗ്രാൻഡ് പേക്ക് ഇവിടെ നമ്മൾ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. സോ വെളിയിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ ചാവൂന്നാണ് എൻ്റെ വിശ്വാസം. സോ ഞാൻ പറയണത് ഈ ഗ്യാപ്പിൽ നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളെ കൂടെ ഒന്ന് അന്വേഷിച്ചിട്ട് വരാം. സോ ഞാൻ പറഞ്ഞ നമുക്ക് മേളിലോട്ടൊക്കെ കയറി അന്വേഷിക്കാൻ ഇല്ലടാ. അവിടെ അങ്ങോട്ടൊക്കെ ഒന്ന് പോയാലോ? നമ്മൾ ഏറ്റവും മേളിലോട്ടൊന്നും കയറിയിട്ടില്ല. സോ എനിക്ക് നമുക്ക് ഹാമറൊക്കെ വേണം. ഇവിടെ എന്തോ പരിപാടി ഉണ്ട്, അതൊക്കെ ഞാൻ മാറിക്കൊന്ന് എല്ലാവരും ഒന്ന് മാറ്. ഓക്കെ, സോ ഇവിടെ എന്താ ഉണ്ടോ നോക്കിയില്ലല്ലേ? കറങ്ങി നമ്മുടെ ചെടി ഇവിടെ ഇരിപ്പുണ്ട്. വേറെ ഒന്നും ഇവിടെ ഇല്ല. സോ നമുക്ക് ഈ ഗ്യാപ്പിൽ അടുത്ത സ്ഥലത്തോട്ട് പോകാം. നമ്മൾ ഒരിടത്ത് റെസ്റ്റ് എടുക്കാൻ പാടില്ല. റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് റസ്ക് പോലും തിന്നാൻ പറ്റത്തില്ല. നമുക്ക് ഇതെടുത്തേക്കാം. അങ്ങട്ടെ. ലെറ്റ്സ് ഗോ. ഇതിനെടുത്ത് തൽക്കാലം താഴെ ഇട്ടേക്കാം. അതായത് നമുക്ക് മേളിലോട്ട് പോയിട്ട് മേളിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ നോക്കാം. സോ താഴെ പോയ സമയത്ത് നമുക്ക് താഴെ നിന്ന് എന്തെങ്കിലും ഉപയോഗമുള്ള സാധനം കിട്ടുമോ നമുക്ക് നോക്കിയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പുറത്തോട്ട് പോയാൽ നമ്മൾ ചാവും. സോ ഇവിടെ ഓപ്പൺ ചെയ്യണം. ഹാമർ അല്ലെങ്കിൽ ക്രോബാർ ഉണ്ട്. ഇതിന് ക്രോബാർ ഉണ്ടോ ഈ ഗെയിമിൽ? ഞാൻ ഈ ഗെയിമിൽ ക്രോബാർ ഇതുവരെ കണ്ടില്ല. മേ ബി പുതിയ അപ്ഡേറ്റ് ആയതുകൊണ്ട് ഇവർ ക്രോബാർ ഉള്ളിൽ വെച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. സോ അത് നമുക്ക് നോക്കാം പിന്നീട്. ഇപ്പം നോക്കണ്ട. ഇപ്പം നോക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ അടുത്ത് പഞ്ഞിക്കിടും ഇവർ. എൻ്റെ പൊന്നളെ പ്രശ്നമാവും. നമുക്കിത് ഇവിടെ ഓപ്പൺ ചെയ്തേക്കാം. ഇവിടെ ഒന്നുമില്ല. ഇവിടെ മീറ്റ് ഇരിപ്പുണ്ടേ. മീറ്റ് എനിക്ക് മറ്റേ കൊച്ചിറക്കാൻ ഇവിടെ കാണുമോ? അവിടെ ഒരു മീറ്റ്, ഒരുപാട് മീറ്റ് ഇരിപ്പുണ്ട്. ഓ വീൽ ക്രാങ്ക് ഇരിപ്പുണ്ട്. സോ ഈ വീൽ ക്രാങ്ക് എടുത്തേക്കാം. സോ ഈ വീൽ ക്രാങ്ക് എടുത്തുകൊണ്ട് ഇപ്പം സൗണ്ട് അവിടെ എന്തോ ഒരു സെറ്റപ്പ് ഉണ്ട്. ആരോ വരുന്നു. വെളിയിലാണ് ആരോ ഉണ്ടായിരുന്ന? വെളിയിലാരുമില്ല. വി ആർ സേഫ്. സോ ആരോ ഡോറ് തുറക്കുന്നതാണോ സീവറിൽ കൂടെ നടക്കുന്നതാണോ അറിയുന്നത്. എന്തോ സൗണ്ട് കേൾക്കുന്നുണ്ട്. സോ ഇവിടെ ഗ്യാസോലിൻ ഉണ്ട്. ഇതിന്റെ ഒന്നും നമുക്ക് ആവശ്യമില്ല. സോ അവിടത്തേക്കുള്ള ഒരു ID കാർഡാണ് ആദ്യം ഞാൻ കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായ? എനിക്ക് തോന്നുന്നു ഇതൊന്ന് തട്ടി നീക്കി മറിച്ചിട്ടേക്കാം. ഇതിനവിടെ വീഴാത്ത രീതിക്ക് ഞാൻ തട്ടിയിട്ടിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. അതിപ്പോ വീണ അവിടെ. ഓക്കെ, ഇനി ഇതിനോട്ട് സൗണ്ട് ഉണ്ടാക്കാം. ഹായ് ഗ്രാനി. ഗ്രാനി ഗ്രാൻഡ്പാ ജെഫ് മൂന്നും പോയി. ഒരു വെടിക്ക് 3 പച്ചി. ലെറ്റ്സ് ഗോ. ഓ
ഞാൻ പറയുന്നതേ നമുക്ക് താഴോട്ട് പോയിട്ട് താഴെ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കിയാലോ. എല്ലാവരും 3 പേര് കത്തി പണ്ടാൻ തുടങ്ങിപ്പോയി. പോട്ട് നമുക്കൊരു പ്രശ്നമില്ലല്ലോ ഗൈസ്, നമുക്കൊരു പ്രശ്നമില്ല. ഇതാണ് നമുക്ക് വേണ്ടത്. ഇതാണ് ഞാൻ സ്വപ്നം കണ്ട എൻ്റെ. ഓ സ്ലെൻഡറിനാ ഇവള് പ്രശ്നമാണ്. ഇവിടെയൊക്കെ മീറ്റ് കിടപ്പുണ്ടാ. ഇതിനകത്ത് വെപ്പൺ കിട്ടി. ഇത് തുറക്കാൻ പറ്റത്തില്ല. ഇതിനകത്ത് ഉണ്ടോ നോക്കിയേ, ഇതിനകത്തൊന്നുമില്ല. സോ അവിടെ തുറക്കാൻ പറ്റത്തില്ല. സോ വെപ്പൺ കിട്ടിയിട്ടുണ്ട്. സോ അവിടെ ഒരു മീറ്റ് കിടപ്പുണ്ട്. സോ എനിക്ക് നമുക്ക് ഒരുപാട് മീറ്റ് വേണമെന്ന് തോന്നുന്നു കേട്ടാ. എന്ത് പരിപാടിയാണ് എനിക്ക് അറിയത്തില്ല. എനിക്ക് തോന്നുന്നു നമ്മളെ എസ്കേപ്പിന് ബേസ് ചെയ്ത് എന്തോ ഒരു കാര്യം നമുക്ക് മീറ്റ് വേണം. എന്തിനാണെന്ന് അറിയത്തില്ല, പക്ഷെ എന്തിനും മീറ്റ് വേണം. സോ എന്തായാലും ഞാൻ വെപ്പൺ കീ എടുത്തോണ്ട് പോയിട്ട് ഇവിടെ നിന്ന് വെപ്പൺ എടുത്തേക്കാം. വെപ്പൺ എടുത്തിട്ട് നമുക്ക് മേളിലോട്ട് പോകണം ഗൈസ്. മേളിലോട്ട് പോകണം, മനസ്സിലായോ? സോറി, താഴോട്ട് പോകണം, മനസ്സിലായോ? താഴത്തെ അണ്ടർഗ്രൗണ്ടിൽ എന്താണുള്ളത് ഞാൻ നോക്കിയില്ല. മറ്റേ ഗണ്ണ് വെച്ച് അവിടെ ഓപ്പൺ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല, അതും ഞാൻ നോക്കിയില്ല. സോ അവിടെ നിന്ന് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടില്ല, നമ്മൾ കഷ്ടപ്പെടും. സോ എന്തായാലും ഇവിടെ ഇടിച്ച് അവിടെ എന്താണ് ഉണ്ടായിരുന്നത് നോക്കിയില്ല, മറന്നുപോയി. എന്താണ്? ഓ ഹാമർ കിട്ടി. ഹാമർ എടുത്തേക്കാം. സോ അതവിടെ ഇട്ട സൗണ്ട് കേട്ട സ്ഥിതിക്ക് ആരെങ്കിലും ഒക്കെ ഇപ്പം ഇങ്ങോട്ട് വരും. അത് ഹാമർ എടുക്കും. ആള് പറഞ്ഞതിന് മുമ്പേ പോടെ. സോ ഞാൻ പറയുന്നത് ഈ ഹാമർ കൊണ്ട് നമുക്ക് ഇവിടെ പോയിട്ട് ഇതിൻ്റെ അടിയിൽ പോയിട്ട് ഇവിടെ ഇട്ട് സൗണ്ട് ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഇവിടെ വരും. ഇവിടെ വരുന്ന ഗ്യാപ്പിൽ ഞാൻ പറയുന്നതേ നമുക്ക് 2ന്റെ ആവശ്യമുണ്ട്. ഇവർക്കൊരു വെട്ടി പൊട്ടിച്ചിട്ട് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം, മനസ്സിലായി? ഇവർക്കൊരു വെട്ടി പൊട്ടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് റിസ്ക് ഇല്ലാതെ പോവാം. ഇല്ലെങ്കിൽ നമ്മൾ റിസ്ക് എടുത്ത് റിസ്ക് സാപ്പിട്ട് പോകേണ്ടി വരും. ആരൊക്കെ നടന്നു വരുന്നുണ്ടാ? എടുക്ക്. വാ മക്കളെ വാ. ഞാൻ പറഞ്ഞത് നമുക്ക് വെടി വെച്ച് വിട്ടിട്ടെ ഇവിടെ സാധനം എടുത്തിടാം. പറഞ്ഞവരൊക്കെ വാങ്ങിച്ചോളൂ. ഗ്രാനി പോയി, ഗ്രാനിക്കുട്ടിയുടെ അരി തീരുമാനമായി. ജെഫ് പോയി. ഇനി അപ്പാപ്പനും കൂടെ വരണമെങ്കിലേ അവരെ കൂടെ പോയി നിന്ന് വാങ്ങിച്ചോട്ട്. അപ്പാപ്പൻ ഇതിലേ പോകുന്നേ ഉള്ളൂ തോന്നുന്നു കേട്ടോ. ഇപ്പൊ പോകുന്നേ ഉള്ളൂ തോന്നുന്നു. സൗണ്ട് കേട്ടായിരുന്നു കണ്ടത്. അവിടെ തുള്ളിച്ചാടി ഇപ്പൊ അങ്ങോട്ട് പോയതേ ഉള്ളൂ തോന്നുന്നു കേട്ടോ. കുഴപ്പമൊന്നുമില്ല. അവിടെ ചെന്ന് വാങ്ങിക്കുമെങ്കിൽ വാങ്ങിക്കേട്ടില്ലെങ്കിൽ അവിടെ നിന്ന് 2 റൗണ്ട് കറങ്ങിട്ടെ കാവടി തുള്ളി പയ്യെ വരട്ട്. താഴെ ചെന്ന് കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അവിടെ നിൽപ്പുണ്ടെന്ന് തോന്നുന്നു. സോ ഞാൻ പറഞ്ഞ നമുക്കിപ്പോൾ ഹാമർ കിട്ടില്ല. ഈ ഹാമർ വെച്ചിട്ട് അടുത്ത് തുറക്കാനുള്ള സ്ഥലം കൊണ്ട് തുറന്നു വയ്ക്കാം. സോ ഈ പ്ലാങ്ക് എടുത്തുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ചേക്കാം. ഇവിടെ എന്താ കിട്ടുമെന്ന് നോക്കാം. ഉപയോഗങ്ങൾ എന്തെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. എന്താ കാർ കീ കിട്ടിയിട്ടുണ്ട്. സോ കാറിന്റെ കീ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടെ നിന്ന്. ഇറ്റ് ഈസ് ആക്ച്വലി റിയലി വെരി 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 യൂസ്ഫുൾ. കാർ കീ എടുത്ത് താഴെ ഇട്ടേക്കാം തൽക്കാലത്തേക്ക്. കാർ കീ താഴെ ഇട്ടിട്ടുണ്ട്. സുഖം എന്തോ വരുന്നുണ്ട്. ID കാർഡ് കിട്ടി. അതിൻ്റെ അകത്ത് ഇറക്കാൻ പറ്റും. അപ്പം പറഞ്ഞടാ, ആരോ പറഞ്ഞടാ. ബ്രോ കമോൺ ബ്രോ, ഡോർ തുറന്ന് വാ ബ്രോ. ബൈ ബ്രോ. മണ്ടൻ അവിടെ നിന്ന് ഡോറ് തുറന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഇപ്പോഴും. ഞാനിങ്ങ് എത്തി കേട്ടു. തിരുമണ്ട. അയാൾ അവിടെ നിന്ന് പറഞ്ഞ ഗ്യാപ്പിൽ നമുക്ക് ഇവിടെ നിന്ന് സ്കൂട്ടാവാം. സോ എനിക്ക് തോന്നുന്നു എന്തൊക്കെയോ സൗണ്ടുകൾ ഞാൻ കേൾക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഈ ID കാർഡ് വെച്ച് ഇവിടെ ഓപ്പൺ ചെയ്തേക്ക്. ഇവിടെ എന്താണ് സംഭവം നോക്കാം. എന്താ തുറന്നില്ലേ? ഇത് തന്നെയാണ്. ഓപ്പണായി. ഇത് ട്രാക്ടറൊക്കെ ഇരിക്കുന്നു. ഇവിടെ എന്തോ പൈസ അടിക്കുന്ന മെഷീനൊക്കെ ഇരിപ്പുണ്ട്. ഇവിടെ എന്തോ ഉണ്ട്. എന്താ അത്? സോ എന്തോ മറ്റേ ഓക്സിജൻ മാസ്ക് ഒക്കെ ഉണ്ട്. അതൊക്കെ വയ്ക്കണമെന്ന് പറയാണ്. ഇത്ര സൗണ്ട് കിട്ടാ ജെഫിന്റെ. ഇവിടെ എന്തോ ഇരിപ്പുണ്ട്. എന്താണ്? പാഡ്ലോക്കി വേണം. ഇവിടെ എന്തോ സെറ്റപ്പ് ഉണ്ട്. ഇതെന്താ? അപ്പൂപ്പൻ അമ്മൂമ്മയെ സൈക്കിളിൽ കൊണ്ടുപോകുന്നു. സൈക്കിള് ഇത്ര വലിയ വണ്ടിയൊക്കെ ഇരുന്നിട്ടാ. ഇത് ടയറൊക്കെ കിടപ്പുണ്ട്. സോ എനിക്ക് തോന്നുന്നു നമുക്ക് അവിടത്തേക്ക് പാഡ്ലോക്കി എടുത്തോണ്ടെങ്കിൽ കൊടുക്കണം നന്നായിരിക്കും തോന്നുന്നു കേട്ടോ. ഇപ്പം ഇവിടെ നൈസായിട്ട് നമുക്ക് പാഡ്ലോക്കി എടുക്കാൻ പോവാം. സോ എല്ലാവരും സ്പോൺ ആയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എനിക്ക് തോന്നുന്നത് ജെഫ് സ്പോൺ ആവുന്ന സൗണ്ടാണ് ആ കേട്ടതെന്ന് തോന്നുന്നു. സോ ഇവിടെ വെച്ച് ഞാൻ ഒരെണ്ണം കൂടെ കൊടുത്തേക്കാം. ബ്രോയ്സ് ഇനി മറ്റോ അവിടെ ഒന്ന് വാങ്ങിച്ചോളും. അപ്പോൾ അവിടെ ഒന്ന് വാങ്ങിക്കുന്ന ഗ്യാപ്പിൽ നമുക്ക് സ്കൂട്ടാവാം. ജെഫും പോയിട്ടുണ്ട്, അതുപോലെ തന്നെ മറ്റവനും പോയിട്ടുണ്ട്, ഗ്രാൻഡ് പേയ്മെന്റ്. എല്ലാവരും വെറുതെ വന്ന് വാങ്ങിക്കുന്നു. നമ്മൾ പ്രോ ആയതുകൊണ്ട് തന്നെ ഇവർക്ക് നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇവർക്ക് നമ്മളെ തൊടാൻ പറ്റുന്നില്ല. നമ്മുടെ രോമത്തിൽ തൊടാൻ പറ്റത്തില്ല ഇവർക്ക്. ലെറ്റ്സ് ഗോ. ഇത് ഓപ്പൺ ചെയ്യാം. ഇവിടെ എന്താണ്? സ്വിച്ചാ? ഒട്ടിരി ഇങ്ങോട്ടൊന്നാണ്. ഇവിടെ സ്വിച്ചൊക്കെ വേണോന്ന്. സ്വിച്ചിന് ഞാൻ ഇവിടെ പോവും. എന്ത് ടൈപ്പ് സ്വിച്ച്? ബട്ടൺ സ്വിച്ച് വേണോ അതോ മറ്റേ ടിക് സ്വിച്ച് വേണോ? എന്ത് സ്വിച്ച് വേണം? ഇവർക്ക് സ്വിച്ചൊക്കെ വേണം. ഞാൻ പറയണതേ നമുക്ക് എന്ത് ചെയ്യാടാ, സിലിണ്ടറിൻ്റെ പാവ എടുത്താലാ? സിലിണ്ടറിന്റെ പാവ എടുത്ത് സിലിണ്ടറിനേക്ക് കൊടുക്കുക. സിലിണ്ടർ അവിടെ നിന്ന് ബാറ്ററി ഇരുന്ന് കേട്ടാ. ആ ബാറ്ററി മേ ബി നമുക്ക് ആവശ്യമുള്ള സാധനമായിരിക്കും. അത് നമുക്ക് എടുക്കണം കേട്ടാ. അപ്പോൾ ഞാൻ പറഞ്ഞ സിലിണ്ടറിൻ്റെ പാവയെ കൊണ്ട് സിലിണ്ടറിനേക്ക് കൊടുക്കാം. അപ്പോൾ മേ ബി എന്തെങ്കിലും നമുക്ക് കിട്ടും. ഗ്രാനിയായിട്ട് പുറകെ വരുന്നുണ്ടോ നോക്കണം. സോ എനിക്ക് തോന്നുന്നു 3 പേര് നേരത്തെ മരിച്ചെന്ന് തോന്നുന്നു, നമ്മൾ അറിയാതെ തന്നെ. അതും ആ ധൈര്യത്തിലാണ് ഞാൻ പോണത് കേട്ടാ. ഒരാളെങ്കിലും സ്പോൺ ആയിട്ടുണ്ടെന്ന് അറിഞ്ഞെങ്കിൽ ഞാൻ ഓടിയേനെ. സിലിണ്ടറിനെ വന്നാ
സ്ലെൻഡറിനെ വന്ന് ഗൈസ്, സ്ലെൻഡറിനെ എന്തെങ്കിലും താ എന്റെ പൊന്നെ. സ്ലെൻഡറിനെ ശല്യം നമുക്ക് ഇനി ഉണ്ടാവത്തില്ല. നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല സ്ലെൻഡറിന് പ്രാവശ്യം. നീ ആ പാവയൊക്കെ എടുത്തിട്ട് നമുക്ക് തരാനുള്ള സാധനം താ എന്റെ പൊന്നെ. എന്തോ ഒന്നും ഇട്ടില്ലേ? ഇത് എന്തോ ഇവിടെ ഇട്ടാ എന്തോന്നറിയ മ്യൂട്ടേഷന്റെ എന്തോ ഒരു സാധനം ഇട്ടാ അവള്. എന്തിന് മ്യൂട്ടേഷനൊക്കെ? എനിക്കെന്തിന്? ഇവൾ എന്നെ മ്യൂട്ടേറ്റ് ചെയ്യിപ്പിച്ച് കൊല്ലാൻ പോണ. എന്തോ മ്യൂട്ടേഷന്റെ സാധനം ഇട്ടിട്ടുണ്ട്. ഞാൻ പറയണ ഇതിന് നമുക്ക് താഴെ ഇടണം. തന്നെ താഴെ ഇട്ടേക്കാം. സോ അതിന് ഞാൻ അവിടെ താഴെ ഇട്ടിട്ടുണ്ട്. സോ ജെഫ് സ്പോണാവുന്ന സൗണ്ട് കേട്ടിട്ടില്ല കേട്ടോ. അവ സ്പോണാവുമ്പോൾ സൗണ്ട് കേൾക്കും. അത് നമുക്ക് നല്ലൊരു ഐഡിയയാണ്. തല ഒടിച്ചു വെച്ചോണ്ട് വരുന്നു. അങ്ങോട്ടിട്ടേക്കാം. എനിക്ക് തോന്നുന്നു അവിടെ ഹാങ്ങർ വീഴുന്ന സൗണ്ട് കേട്ടിട്ടാണ് പുള്ളിക്കാരി കാവടിത്തുള്ളി വന്നത് നിൽക്കുന്നത്. സോ ആദ്യം നേരത്തെ മരിച്ച ഗ്രാനിയാണ്, അതിനുശേഷമാണ് ജെഫ് മരിച്ചത്, അതിനുശേഷമാണ് അപ്പം മരിച്ചത്. സോ എനിക്ക് തോന്നുന്നു എല്ലാവരും സ്പോൺ ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. സോ ഗ്രാനി ആദ്യം പോയിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിൽ. പക്ഷെ ഒരു സൗണ്ട് കൂടെ കേൾക്കുന്നുണ്ട്. യാറത്? ഹലോ, ഇവിടെ ആരെങ്കിലും ഉണ്ടാ? ആരെങ്കിലും ഉണ്ടെങ്കിൽ കടന്നു വരൂ. നിങ്ങൾക്കുള്ളത് ഞാൻ താഴെ തയ്യാറാക്കി വച്ചിട്ടുണ്ട്. വേണ്ടാ നിക്കുന്നു. ഇപ്പൊ ചെന്ന് കേറിയാനെ അവന്റെ വലിച്ച് ഓടിക്കോടാ. ഇപ്പൊ ചെന്നേ അവന്റെ വായി ചെന്ന് കേറിയാനെ ഞാൻ. അവൻ അപ്പൊ അവിടെ നിന്ന് കയറി വരും. അവിടെ നിന്ന് കയറി വന്നില്ലെങ്കിൽ എവിടെ ഗ്രാനി ഉണ്ട്. അതിനെന്തിനാ അമ്മുമ്മ ഇങ്ങനെ എടുത്തിട്ട് ഞാൻ ഇനി എങ്ങനെ പുറത്തിറങ്ങും? അതിട്ട് അടച്ചു വെച്ചിട്ട് പോ. സ്മാരകം പണി എനിക്ക് വേണ്ടി നിങ്ങൾ രണ്ടുപേരും കൂടെ. അതിനെ മെല്ലെ നീക്കിയിടാം നമുക്ക്. ഹൈ താങ്ക്സ്. അതിനെ വഴിയിലെടുത്തിട്ടപ്പോഴേ ഇവർക്ക് എന്തോ അതില് സന്തോഷം കിട്ടി കേട്ടാ. പോട്ടെ രണ്ടുപേരും പോയിട്ട് തന്നെ എന്നാ അങ്ങോട്ട് മാറിയിരി. ഇവനൂടെ പോയിട്ട് രണ്ടുപേരും നേരത്തെ താഴെ വിളിച്ചിട്ട് ഓരോന്ന് കൊടുക്കണം. 2 അല്ല 3 പേർക്കും. പക്ഷെ അപ്പാപ്പൻ ഡീസന്റ് ആണ് കേട്ടാ. ഇപ്പൊ അപ്പാപ്പന്റെ ശല്യം സത്യം പറഞ്ഞാൽ നമുക്ക് കുറവാണ്. മണ്ടൻ അവിടെ അങ്ങോട്ട് പോട്ടെ. 2 പേരും താഴെ വാ. നിങ്ങളുടെ എനിക്ക് ഒരു കാര്യം പറയാനുണ്ടേ. 2 പേരും ഒന്ന് താഴെ വന്നാണ്. ഗ്രാനി 1. നെക്സ്റ്റ് പേഷ്യന്റ് ഗ്രാനിയായി ജെഫായി ഗ്രാൻഡ് പേ ആയി. ഓക്കെ, എല്ലാവരും പോയിട്ടുണ്ട്. എല്ലാവരുടെ കാര്യത്തിലും ഓരോ തീരുമാനം ഉണ്ടാക്കി വിട്ടിട്ടുണ്ട് ഞാൻ. സോ നമ്മൾ സ്പൈഡർ ഗ്രാനിയുടെ അങ്ങോട്ട് പോയില്ലല്ലേ. സോ ഞാൻ പറഞ്ഞു നമുക്ക് സ്പൈഡർ ഏഞ്ചുവിൻ്റെ അടുത്തോട്ട് പോയാലോ. സോ നമുക്ക് ഏഞ്ചുവിൻ്റെ അടുത്തോട്ട് പോവാം. സോ ഇവിടെ ആരോ മരിച്ചു വീഴുന്ന സൗണ്ട് ഞാൻ കേട്ടു. അപ്പൂപ്പനാണെന്ന് തോന്നുന്നു. ലാസ്റ്റ് മരിച്ച അപ്പൂപ്പനാണല്ലോ. സോ അപ്പൂപ്പൻ ഇപ്പൊ കത്തി ജ്വലിച്ച് മരിച്ചതേ ഉള്ളൂ എന്ന് തോന്നുന്നു. സോ നമുക്ക് എന്തായാലും ഈ മ്യൂട്ടേഷൻ അതവിടെ കിടന്നോട്ടല്ലേ. അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഈ എസ്കേപ്പിനുള്ളതാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. സോ നമ്മൾ മറ്റേ സാധനം ഇട്ടിട്ടുണ്ടല്ലോ വളയം. വീൽ ക്രാങ്ക് എടുത്തിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. ഇവിടെ എന്താ വഴി? ഓക്കെ. സോ നമ്മൾ ഇനി സ്പൈഡർ ഏഞ്ചുവിൻ്റെ അടുത്ത് പോയിട്ട് അടുത്ത് എന്തൊക്കെ കിട്ടുമെന്ന് നോക്കണം. സോ സ്വിച്ച് കിട്ടുമോ നോക്കണം. അതാണ് എൻ്റെ മെയിൻ ടാസ്ക്. ഓക്കെ, അമ്മച്ചി അങ്ങോട്ട് പോയിട്ടുണ്ട്. പോട്ടെ. സോ ഞാൻ പറയാം നമുക്ക് ആ ഗ്യാപ്പിലേ ഞാൻ മെയിനായിട്ട് നോക്കണം. എന്താ കിടക്കണ അപ്പൂപ്പൻ്റെ വെയ്സൊക്കെ കിടക്കുന്നു. വെയ്സൊക്കെ എന്തിന്? എനിക്ക് അപ്പൂപ്പൻ്റെ വെയ്സൊക്കെ കൊണ്ട് എൻ്റെ തിരിഞ്ഞു. എനിക്കെന്തിനാ അപ്പൂപ്പൻ്റെ വെയ്സ്? നമ്പർ 1 ആണേ. അവിടെ പോകുമ്പോൾ സൂക്ഷിച്ചോളണം. ഇവിടെ സ്വിച്ച് കിട്ടിയിട്ടുണ്ട്. ഞാൻ പറയണ നമുക്ക് ഇപ്പം അങ്ങ് പോയാലേ സ്വിച്ച് എടുത്തോണ്ട് ഇതിവിടെ കിടക്കട്ടെ. നമുക്ക് സ്വിച്ച് എടുത്തോണ്ട് പോവാം. അതായിരിക്കും ഇപ്പം ചെയ്യാൻ വരുന്ന ഏറ്റവും ബുദ്ധിപരമായ നീക്കം. മനസ്സിലായോ? സ്വിച്ച് എടുത്തോണ്ട് പോവാം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ താഴെ അപ്പുറത്ത് ഒളിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടല്ലോ, അതുകൊണ്ടൊന്നും കുഴപ്പമില്ല. സ്വിച്ച് എടുത്തോണ്ട് നമുക്ക് ഇവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പകുതി പരിപാടി ഗംഭീരമാക്കാം. ഇവിടെ എന്താ ഒന്നുമില്ല. ഓക്കെ, ലെറ്റ്സ് ഗോ. സോ ഇവിടെ നമുക്ക് സ്വിച്ച് വെക്കാം. അപ്പൊ ഇനി എന്താണ് വേണ്ടതെന്ന് അറിയാൻ പറ്റും. ലെറ്റ്സ് ഗോ. തുറക്കൂ സീസൺ. ജെഫ് സ്പോൺ ആയിട്ടുണ്ട്. സ്ലെൻഡറിന് അവിടെ നിന്ന് പോയിട്ട് ഇവിടെയാണ് വന്ന് നിൽക്കണേ. ഇവിടെ എന്തോ പവർ വേണമെന്നാണ് എനിക്ക് ആ ബാറ്ററി എടുക്കണമെന്ന് തോന്നുന്നത്. നമ്മുടെ കണ്ടത് എന്താണ് എന്തോ എനർജി സ്റ്റോൺ വേണം, എന്തോ പവർ ഓൺ ആക്കണം. ഇവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. സോ സ്പൈഡർ എഞ്ചിനീയർ അവിടെ പോയിട്ട് രണ്ടാമത് സ്പൈഡർ എഞ്ചിനീയറിനെ നമ്മൾ എന്തോ ചെയ്യണം കേട്ടാ. എടാ അവർക്ക് കൊടുക്കേണ്ടതാണ് ഈ കുപ്പി വെള്ളമൊക്കെ. അവർക്ക് മീറ്റിട്ട് കൊടുത്തിട്ട് നമ്മൾ ഏഞ്ചലിനേക്ക് മീറ്റിട്ട് കൊടുത്തിട്ട് ഇതും ഇട്ട് കൊടുക്കണമെന്ന് തോന്നുന്നു. ഓക്കെ മനസ്സിലായി. എടാ ഇവിടെ ഒരുപാട് അമ്മ ഒക്കെ ഇരിപ്പുണ്ടാ. എടുക്കാൻ പറ്റത്തില്ല എന്ന് തോന്നുന്നല്ലേ. നമ്മളെ കാർഡ് ഇവിടെ ഇരിപ്പുണ്ട്. സോ ഞാൻ പറയുന്നത് ഈ ഗ്യാപ്പിൽ നമുക്ക് താഴോട്ട് പോയിട്ട് രണ്ടെണ്ണത്തിന് ഓരോന്ന് കൊടുത്തിട്ട് പറഞ്ഞായിരിക്കും സേഫ്. താഴെ ആരെങ്കിലും ഉണ്ടോ എന്തോ. താഴെ ആരുമില്ല. 3 ഓരോന്ന് കൊടുത്താലാ? എന്ത് പറയുന്നു? വാമക്കളെ അമ്പോ
അമ്പമ്പോ. രണ്ടെണ്ണം എന്താ പോകുന്നുണ്ട്. രണ്ടെണ്ണത്തിന് ഓരോന്ന് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഗ്രാൻഡ് പൈൻ അങ്ങോട്ട് പോകും. പക്ഷെ നമുക്ക് പോകേണ്ട സ്പൈഡറിന്റെ അടുത്താണ്. നമ്മളെ ഏഞ്ചുവിന്റെ അടുത്താണ് പോകുന്നത്. നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ ഗ്രാൻഡ് പൈൻ പോയാ. ശരി, ചെന്ന് കയറി വാങ്ങിക്കുവാ 3. ഞാൻ എന്ത് ചെയ്യാനാന്ന്? 3 എണ്ണവും കൂടെ ചെന്ന് അവിടെ കിടന്ന് കറണ്ട് അടിച്ച് പണ്ടാരം അടങ്ങി. എന്റെ പൊന്നളിയ, ഒരു രക്ഷയില്ല ഇതിനെ കൊണ്ട്. സോ നമുക്ക് ഇത് വേണമെന്ന് തോന്നുന്നു. സോ എനിക്കൊന്ന് മീറ്റും അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് തോന്നുന്നു. അവിടെ താഴെ ഞാൻ മീറ്റ് കണ്ടില്ല. ഒരെണ്ണം ഉണ്ടായിരുന്നു തോന്നുന്നു. ഈ ഒരു മീറ്റ് കൂടെ എടുത്ത് വയ്ക്കാം. സോ എന്ത് സെറ്റപ്പ് എന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് തോന്നുന്നു അപ്പം അവർ നമുക്ക് എന്തോ തരും കേട്ടോ. നമുക്ക് വേണ്ടത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല, അവരെ എന്ന് മേ ബി നമുക്ക് എനർജി സ്റ്റോൺ കിട്ടുമായിരിക്കും. കാരണം ആ സാധനമാണ് നമുക്ക് ഇനി വേണ്ടത്. പോടാ, ലെറ്റ്സ് ഗോ. സോ എല്ലാം പുതിയ സാധനമാണ് കേട്ടോ. പഴയ സാധനങ്ങളൊന്നും അധികം യൂസ് ഇല്ല. പാഡ്ലോക്കി അല്ലാതെ വേറെ ഒരു സാധനത്തിന് നമുക്ക് യൂസ് ഇല്ല അല്ലാത്ത. സോ ലെറ്റ്സ് ഗോ. സോ ഇനി വേണ്ടത് നമ്മുടെ ഇതുകൂടെ വേണം. സോ നമ്മൾ സ്പൈഡർ ഏഞ്ചലിൻ നമുക്ക് പുറത്തിറങ്ങാതെ ഇത് കൊടുക്കാൻ പറ്റുമോ നോക്കണം കേട്ടോ. എനിക്ക് നമുക്ക് അതായിരിക്കും സെറ്റപ്പ്. ഇത് മച്ചേ മെച്ചേ മെച്ചേ ഉദയണ്ടാ പോന്നു. ബേട്ടി മച്ചി ബേട്ടി മച്ചി ബേട്ടി ദേ പോകുന്നു. സ്പൈഡർ സ്പൈഡർ നമുക്ക് ഇവിടെ നിന്ന് തല കാണിക്കാം. അപ്പൊ അതിലെ കൂടെ കറങ്ങി ഇങ്ങി വരും. അപ്പൊ നമുക്ക് ഇതിലേ അങ്ങ് പോവാം. വാ, ലെറ്റ്സ് ഗോ. സോ നമ്മൾ അതിനകത്ത് ഒളിക്കണം. ആ ഗ്യാപ്പിൽ ഒളിക്കുന്ന ഗ്യാപ്പിൽ തന്നെ നമ്മൾ ഈ സാധനം ഇവിടെ ഇട്ട് കൊടുക്കണം. മനസ്സിലായോ? അതവിടെ ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട്. കഴിച്ചില്ലടാ അത്. എങ്ങനെ ഇവരെ കൊണ്ട് തീറ്റിക്കണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. തിരിച്ചു പോകണ്ട വീണ്ടും. യോ സ്പൈഡർ, യോ ഏഞ്ചലീന, കം ഹിയർ, കം ഹിയർ ബേബി, കം ഹിയർ, കം ഹിയർ, കം ഹിയർ, കം ഹിയർ. വരുന്നു. ഇങ്ങോട്ട് വന്നാൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ, പണിയിട്ട്. ഓക്കെ, അത് തിന്നുന്നുണ്ട്. ഈ ഗ്യാപ്പിൽ അകത്തോട്ട് പോയി ഇതെടുത്ത് ഓക്കെ അത് കൊടുത്ത് അത് കുടിക്കുന്നു. നോക്കൂ കണ്ട. സോ ആ മ്യൂട്ടേഷൻ പോർഷൻ കൂടെ കുടിച്ചിട്ടുണ്ട് അമ്മൂമ്മ. എന്തോ എനർജി സ്റ്റോൺ അവിടെ ഇട്ട് അത് ഞാൻ കയ്യിലെടുത്ത്. അമ്മൂമ്മ പച്ച കളറായിട്ടുണ്ട്. ഹായ്, ആര്? ദിഗംബരിയാ. കണ്ണിൽ കണ്ട് ദിഗംബരന്റെ കണ്ണ്. യോ കണ്ട, ദിഗംബരനാണ്. ദിഗംബരി അവിടെ നിൽപ്പുണ്ട്. സോ നമുക്ക് ഇതിനെ കൊണ്ട് ഇനി പക്ഷെ ഇതിലെ നമ്മൾ ഇറങ്ങുന്ന ടാസ്ക് ആണ് കേട്ടോ സത്യം പറഞ്ഞാൽ. പക്ഷെ എങ്കിലും കുഴപ്പമില്ല. അവർക്ക് ഇത്ര നേരം ഇവിടെ നിന്ന് പണി കിട്ടിക്കൊണ്ടിരുന്നോണ്ടേ ഇനി നമുക്ക് വേണമെങ്കിൽ ഇവിടെ പണി തരാൻ അവർ വരും കേട്ടോ. കറക്റ്റായിട്ട് അവരൊക്കെ വരുന്നുണ്ട്. ഈ ആപ്പിൽ നമുക്ക് കൊണ്ട് പോവാം. ലെറ്റ്സ് ഗോ. ഒരു ചാൻസ് പോലും ഇവർക്ക് കൊടുക്കുന്നില്ല നമ്മൾ ഇന്ന്. മനസ്സിലായാ? വാ മരിച്ചിട്ട് സ്പോണായവരൊക്കെ വാ. ഓക്കെ, സോ നമുക്ക് ഇതും കൊണ്ട് പോയേക്കാം. അവിടെ നിന്ന് എല്ലാവരും ചെന്ന് വാങ്ങിച്ചോളൂ എന്നാണ് എൻ്റെ വിശ്വാസം. കിട്ടാത്തവരൊക്കെ അവിടെ ചെന്ന് വാങ്ങിച്ചോളൂ കേട്ടോ. അവിടെ നേരം വരുന്നറാ ഇല്ലല്ലേ? അവിടെ വാങ്ങിക്കാൻ പോകുന്ന കുഴപ്പമില്ല. പോട്ടെ. അവിടെ നിന്ന് അവർക്ക് കിട്ടുന്നതിലൊക്കെ നമുക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. സോ നമുക്ക് എനർജി സ്റ്റോൺ കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമുക്കിപ്പോൾ എസ്കേപ്പ് ആവാൻ പറ്റുമെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് അറിയത്തില്ല. സോ എസ്കേപ്പ് ആവാൻ പറ്റിയ there is no power എന്ന്. ഇത് ഓൺ ആക്കണമായിരിക്കും. എന്തോ എഴുതി പവർ ഓൺ ഗേറ്റ്. ഓ എന്തോ സംഭവം. ഒന്നുകൂടെ പ്രസ് ചെയ്യണോ? ഇല്ല, അവിടെ പ്രസ് ചെയ്യണോ? ഇനി എന്തോ ബട്ടണൊക്കെ പ്രസ് ചെയ്ത്. ഓ യെസ്, ദാറ്റ്സ് ഇറ്റ്. എനിക്ക് തോന്നുന്നു നമ്മൾ എസ്കേപ്പ് ആയെന്നാണ് എൻ്റെ വിശ്വാസം. 23 മിനിറ്റ്സ് എന്തോ ആയിട്ടുള്ളൂ. സോ എനിക്ക് തോന്നുന്നു നമ്മൾ എസ്കേപ്പ് ആയെന്ന് തോന്നുന്നു. കണ്ണാടിയൊക്കെ വെച്ചോണ്ട് എവിടെ പോണ്? അവരെന്തോ ബട്ടൺ പ്രസ് ചെയ്യാൻ പോണാ? അവരെന്തോ ബട്ടൺ പ്രസ് ചെയ്താ? ഓ ഗൈസ്, നൂക്ക് പൊട്ടിത്തെറിച്ചാ. ഇപ്പോഴേ പൊട്ടിത്തെറിച്ചാ. എടാ ഗേറ്റ് ഞാൻ പുറത്തിറങ്ങിയില്ല. നമുക്ക് എസ്കേപ്പ് ആവാൻ പറ്റൂലേ? സിലിണ്ടറിനേക്ക് ജീവൻ വെച്ച് ഗൈസ്. റോബോട്ട് സിലിണ്ടറിനേക്ക് ജീവൻ വെച്ച്. ദേണ്ടാ ആന്തരി കയ്യിലെന്തോ. ഓ ഹീമാന്റെ വാളും കൊണ്ടാണ് നടക്കണത്. സൈക്കോ. എനിക്ക് തോന്നുന്നു നമുക്ക് ഈ ഡോറ് തുറന്ന് രക്ഷപ്പെടണം. ബട്ടൺ ഒന്നും വർക്കാവുന്നു. വേണ്ട കറങ്ങി വരുന്നു. ഓട്. വെട്ടിക്കൊല്ലണേ ഓടിക്കോ. ഭ്രാന്താണ് നമുക്ക്, ഭ്രാന്ത്. ബട്ടൺ ഒന്നും വർക്കോ. എനിക്ക് തോന്നി അവളെ കൊണ്ട് ഈ ഡോർ വെട്ടി പൊളിപ്പിച്ചാലാ. വാ വിട്ട് 1 2 3 ഒന്നുകൂടെ വെട്ട്. ഡോറിൽ വെട്ട് മന്ദബുദ്ധി കഴുതേ. ഒന്നുകൂടെ. അയ്യോ എന്റെ ദേഹത്ത് വെട്ടല്ലേ. ചത്ത് ഗേൾസ്, എനിക്കൊരു വെട്ട് കിട്ടിയപ്പോ കണ്ട സ്ക്രീൻ മൊത്തം ചുവന്ന്. സ്ലെൻഡു കളിക്കല്ലേ സ്ലെൻഡു. ഓക്കെ
സ്ക്രീനിന്റെ കളർ മാറുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എന്റെ ഹെൽത്ത് തിരിച്ച് കയറുന്നതാണെന്ന് തോന്നുന്നു ആ കളർ മാറുന്നത്. മന്ദബുദ്ധി പേടിച്ച് നിൽക്കുന്ന. വാ 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 വാ, വെട്ടാ റെഡിയായി. വാ, വെട്ട് വെട്ട് വെട്ട്, ഓടിക്കോ. പൊട്ടിച്ചില്ലേ? പൊട്ടിക്ക്. ഇവിടെ എത്ര വെട്ട് വെട്ടണം? ഇവിടെ കുറെ നേരമായി വെട്ടണമല്ല, അരമണിക്കൂറായിട്ട് വെട്ടണം. ഇവിടെ എന്താണ് യൂട്യൂബ് വീഡിയോയോ? അതിന്റെ ഇടയ്ക്കോ അവള് മാഞ്ഞു പോയാ? അതേ, ഇവിടെ ഇവിടെ പറഞ്ഞ. വാ വാ വാ, വെട്ട് വെട്ട്. 3, 2, 1 ഇന്നങ്ങനെ വെട്ടോ. എടാ ഇവിടെ വെട്ട്. ഇവളാ ഡോറിനൊഴികെ വേറെ എല്ലായിടത്തും വെട്ടുന്നുണ്ട്. ഓ, ഡോർ വെട്ടിച്ചിട്ട്. വെട്ടല്ലേ, എന്നെ വെട്ടല്ലേ. അവൾ അതിനകത്ത് സ്റ്റക്കായി. ലെറ്റ്സ് ഗോ. രക്ഷപ്പെട്ടോ. ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ. ഇതാണ് എക്സിറ്റ് എന്ന് തോന്നുന്നു. ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ. ഫൈനലി നമ്മൾ രക്ഷപ്പെട്ടെന്ന് തോന്നുന്നു. രക്ഷപ്പെട്ട്. അവൾ ഇതിനകത്ത് ട്രാപ്ഡ് ആണ്. സിസ്റ്റം എറർ കാണിച്ച് എന്നിട്ട് സിസ്റ്റം നുക്ക് ലോഞ്ച് ചെയ്യാൻ പോകുന്നു. നമ്മൾ അങ്ങനെ ഗ്രാനിയുടെ വീട്, നമ്മൾ ഇതിനു മുമ്പേ നമ്മുടെ റോബോട്ട് എസ്കേപ്പ് ഇത് കഴിഞ്ഞില്ലേ? ഇതേട്ടാ വരുന്നു വീണ്ടും. I need to find a shelter. ഒരു ഷെൽട്ടർ കണ്ടുപിടിക്കണോ? ഷെൽട്ടർ ഇതിനകത്ത്. അതിലല്ലേ ഞാൻ ഇറങ്ങിയത്. വീണ്ടും അവിടെ ചെന്ന് ചാടാൻ പോണ. അവിടെ പാത കാണിക്കുന്നു. ഈ പാതയിൽ കൂടെ പോയാലാ? തറയിൽ പാറ കിടക്കുന്നു. പാറ കല്ലട്. ഷൂട്ട്. ഷൂട്ട് ചെയ്യാൻ പറ്റൂല. ഓടിക്കോ പ്രേമ. ഇവിടെ നിൽക്കല്ലോ. ഓട്. നമ്മൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പണിയാണ്. ഓ, സമയമായി. ഷെൽട്ടർ കണ്ടുപിടിക്കണ്ടേ? അവളും മരിച്ചു, എല്ലാരും മരിച്ചു. 3, 2, 1 ഫൈനലി പോകുന്നണ്ട. മാനത്തോട്ട് പോയി അമ്മയുടെ വീട് മൊത്തത്തിൽ നമ്മൾ തകർക്കും. ഫ്ലാറ്റ്. നമ്മൾ ഇതിന്റെ മുന്നേ അമ്മൂമ്മയുടെ വീടിന്റെ മച്ച പൊളിച്ച് രക്ഷപ്പെട്ടു. ആദ്യമായിട്ടാണ് വീട് തകർക്കുന്നത്. പിന്നല്ല തകർത്ത് തരിപ്പണമാക്കി. Yes, may world peace and people happiness. No nuclear war ഒന്നും വേണ്ട. പക്ഷെ ഗ്രാനിക്ക് പണി കൊടുക്കണം. The end. ഓ മൈ ഗോഡ്, എന്ത് എസ്കേപ്പ് ആയിരുന്നല്ലേ. സോ എല്ലാവരും ഉണ്ട്. ആർക്കും ഒരു ചാൻസ് പോലും കൊടുത്തില്ല എന്നാണ്. നമ്മുടെ ആ ഒരു ELPG ഗണ്ണെന്ന് പറഞ്ഞാൽ ആ ഒരു ഗണ്ണ് കിട്ടിയതിന് ശേഷം ഇവർക്കൊന്നും ഒരു ചാൻസേ ഇല്ലായിരുന്നു. സോ എനിക്ക് തോന്നുന്നു നമ്മളെ ഗ്രാനിക്ക് ഒരു കോസ്മിക് ഗണ്ണും അതുപോലെ തന്നെ ഗ്രാൻഡ്പയ്ക്ക് എന്തോ ഒരു സാധനമൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. സോ അതൊക്കെ എടുക്കണമെങ്കിൽ നമുക്ക് അതിനൊരു ഹാർഡ് മോഡ് വല്ലതും ചെയ്യണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പറഞ്ഞ് കളിക്കാം. സോ നമ്മൾ ഇതിന് മുന്നേ ഒരു റോബോട്ട് എസ്കേപ്പ് വെച്ച് ഗ്രാനിയുടെ വീട്ടിൻ്റെ മറ്റേ റൂഫ് മാത്രമാണ് പൊട്ടിച്ചിട്ട് പോയിട്ടുള്ളത്. അല്ലെങ്കിൽ മറ്റേ ഗാരേജിൽ കൂടെ കാർ ഇടിച്ച് അങ്ങനെ പൊട്ടിച്ചുകൊണ്ടൊക്കെ പോകണം. അങ്ങനത്തെ പരിപാടി മാത്രമേ ഉള്ളൂ. ആദ്യമായിട്ടാണ് നമ്മൾ ഗ്രാനിയുടെ വീട് മൊത്തത്തിൽ നശിപ്പിക്കുന്നത്. ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പിയായി, സന്തോഷമായി ഗൈസ്. എനിക്ക് തിരുപ്പതിയായി എന്ന് പറഞ്ഞാൽ തിരുപ്പതിയായി ഗൈസ്. സോ നല്ലപോലെ പണിയാണ് രണ്ടുപേർക്കും കൊടുത്തത്. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്ത ഏത് ഗ്രാനി എസ്കേപ്പ് ആണെന്ന് തീർച്ചയായിട്ടും പറയുക. സോ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.